നന്ദേട്ടാ, നമസ്കാരം. നമസ്കാരം. ആത്മവിശ്വാസത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ് ഓരോ ഇന്ത്യക്കാരനും. ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ, സൈനിക ശേഷിയൊക്കെ വില കുറച്ച് കണ്ടില്ലേ? അതിന് കാരണം പാകിസ്ഥാൻ്റെ നിലപാട്, പാകിസ്ഥാൻ എല്ലാ കാലത്തും തീവ്രവാദങ്ങളെ പിന്താങ്ങുന്ന സ്വഭാവമാണ്. അതിൻ്റെ ജന്മം തുടങ്ങിയിട്ട് എങ്ങനെയാണത്? അത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ ആദ്യമായിട്ട് ആക്രമിക്കുന്നത് 1947-48 സമയത്താണ്. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആദ്യമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയുടെ ഒരു വലിയൊരു ഭൂഭാഗം കീഴ്പ്പെടുത്തിയ ആ കാലത്താണ്. അതാണ് ഇപ്പോഴത്തെ POK. ആ POKയിൽ നിന്നുകൊണ്ടാണ് അവർ ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് POK ആണ്. ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പം ചെയ്തത് ഈ തരം തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. ഏകദേശം 21ഓളം സ്ഥലങ്ങൾ ആക്രമിച്ചു എന്നാണ് പാകിസ്ഥാൻ തന്നെ സംഭവിച്ചിരിക്കുന്നത്. പറഞ്ഞത് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററി പറയുന്നത് 9 സ്ഥലമാണ്. 9 എന്നുള്ളത് 21 വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ അത്രയുള്ള 9 തുടങ്ങിയിട്ടുള്ളത് 21ലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പാകിസ്ഥാൻ പറയുന്ന ഇടയ്ക്ക് 34 വരേക്ക് എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന കേന്ദ്രങ്ങൾ ഒന്നും തന്നെ ജനവാസ കേന്ദ്രങ്ങളല്ല. ഈ പറയുന്ന കേന്ദ്രങ്ങൾ ഒന്നും തന്നെ പാകിസ്ഥാന്റെ പട്ടാളമുള്ള സ്ഥലങ്ങളല്ല. പാകിസ്ഥാന്റെ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിനും താല്പര്യമുള്ള മേഖലകളല്ല ഇത്. മറിച്ച് ഇതെല്ലാം പൂർണ്ണമായിട്ട് പാകിസ്ഥാനിൽ അധിവസിക്കുന്ന തീവ്രവാദികളുടെ കേന്ദ്രങ്ങളാണ്. അവിടെ നിരവധി തീവ്രവാദികളുണ്ട്. ഒരുപാട് തീവ്രവാദ കേന്ദ്രങ്ങളുടെ ഒരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ പാലൂട്ടി വളർത്തുന്ന കേന്ദ്രം പാകിസ്ഥാനാണ്. ലോകത്തിലെ തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ബിൻ ലാദൻ എന്ന് പറയുന്ന, അയാൾ സൗദി അറേബ്യക്കാരെന്ന് എന്റെ ധാരണ. ആ പറയുന്ന ബിൻ ലാദൻ പോലും ലാസ്റ്റ് താമസമാക്കിയത് അമേരിക്ക കൊലപ്പെടുത്തേണ്ടി വന്ന് പാകിസ്ഥാനിലുള്ള സമയത്താണ്. എല്ലാ തീവ്രവാദികളും ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഇവിടെ തന്നെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള എന്തായാലും പേര് പെട്ടെന്ന് പറഞ്ഞുപോയി. ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആള് റാണ. ഈ റാണയടക്കം പാകിസ്ഥാനായിട്ട് ബന്ധമുള്ളവരാണ്. ഇവരൊക്കെ പാകിസ്ഥാന്റെ സന്തതികളാണ്. ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി ഇത്തരത്തിലെ തീവ്രവാദ പ്രവർത്തനമാണ്. അങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഭാരതത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ശക്തമായ തിരിച്ചടിയാണത്. ഞാൻ ആദ്യം ചോദിച്ച പോലെ ഇന്ത്യയുടെ ഒരു സൈനിക ശേഷിയെയും പ്രതിരോധ ശേഷിയും പാകിസ്ഥാൻ കുറേ കാലങ്ങളായിട്ട് ചെറുതായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ യുദ്ധങ്ങളിലെല്ലാം കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ട് നടന്നതിലെല്ലാം തോൽവിയായിരുന്നു പാകിസ്ഥാന്റെ വിധി എന്ന് പറയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ തോൽവി പാകിസ്ഥാന് വിഷയമേ അല്ല. അവിടുത്തെ ജനങ്ങളുടെ പതനം പാകിസ്ഥാന്റെ വിഷയമേ അല്ല. നിങ്ങൾ പാകിസ്ഥാന്റെ ഭരണാധികാരികൾ നോക്കൂ. ഇപ്പൊ പാകിസ്ഥാൻ ഇന്നത്തെ അതിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഉണ്ട്. അവർക്ക് ഈ യുദ്ധത്തെക്കുറിച്ച് എന്താ അറിയാവുന്നത്? മറിച്ച് യുദ്ധത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് തീരുമാനമെടുക്കുന്നത് പട്ടാള മേധാവിയാണ് തീരുമാനമെടുക്കുക. മറിച്ച് ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ 3 വിഭാഗത്തിന്റെയും ആളുകളെ ഒന്നിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചുകൂട്ടി, രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി വിളിച്ചുകൂട്ടിയിട്ട് അവരോട് സംസാരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. പാകിസ്ഥാനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പട്ടാള മേധാവി തീരുമാനിക്കുന്നു. അയാൾ നേരിട്ട് തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് അയാൾ അനുവാദം കൊടുക്കുന്നു. തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് ആക്രമിക്കുന്നത്. ഇപ്പൊ നമുക്ക് പഹൽഗാമിലടക്കമുള്ള ഇവരുടെ ആക്രമത്തിന്റെ സ്വഭാവം ഒന്ന് ആലോചിച്ചു നോക്ക്. അവിടെ സാധാരണ ടൂറിസ്റ്റുകളായിരിക്കുന്ന ആളുകളെ ആക്രമിക്കുന്നത് ഈ പറയുന്ന ജയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതിന്റെ ആളുകളാണ് ആക്രമിക്കുന്നത്. ഇങ്ങനെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്ന രാജ്യമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ ഒരിക്കലും ഒരു ജനകീയ സംവിധാനങ്ങളൊന്നുമില്ല. ജനാധിപത്യത്തോട് തൊട്ട് തെറിച്ചിട്ടില്ല. അവിടെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നമുക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. 1 ലിറ്റർ പെട്രോളിന്റെ വില അവിടെ 300 രൂപ വരെ വിലയുണ്ട്. 1 ലിറ്റർ പെട്രോളിന്റെ വില അങ്ങനെ അതിഭീകരമായിട്ട് അരിയുടെ വില 100 രൂപയാണെങ്കിലോ എന്നൊക്കെ പറയുന്നത്. അത്തരം ധാന്യങ്ങളുടെ വിലയടക്കം വളരെ കൂടുതലാണ്. അങ്ങനെ പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ധരിക്കുന്ന പോലെ ഇതൊരു മതപരമായിട്ട് പ്രശ്നം മാത്രം ഞാൻ സംബന്ധിച്ച് കാണുന്നില്ല. പാകിസ്ഥാനിലും മതതീവ്രവാദികളുടെ ഭരണത്തിന്റെ ഫലമായിട്ട് സാധാരണ മുസ്ലിമിന് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലിരിക്കുന്നത്. ഇപ്പൊ ഈ ജയ്ഷെ മുഹമ്മദ് തലവനായിട്ടുള്ള അസർ, ഇദ്ദേഹം 2000 എനിക്ക് തോന്നുന്നു ഈ കാണ്ഡഹാറിൽ വിമാനം റാഞ്ചിയതിനു ശേഷം ഇദ്ദേഹത്തെ വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. വിട്ടുകൊടുത്തതിന് ശേഷം ഇദ്ദേഹം പാകിസ്ഥാനിൽ എത്തിയിട്ട് ഒരു വലിയ ജനസാഗരത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഒരു കാരണവശാലും നിങ്ങൾ
സമാധാനപ്രിയരായി ഇരിക്കാൻ പാടില്ല, ഇന്ത്യയെ നശിപ്പിക്കുന്നത് വരെ എന്നാണ് ഈ മസൂദ് അസർ പറഞ്ഞത്. ഈ മസൂദ് അസറിനെ സംബന്ധിക്കുന്ന നല്ലൊരു പാരമ്പര്യം ശരിക്കും ഇന്നിപ്പോ അയാളെ സംബന്ധിച്ച് ഇന്ത്യ വളരെ ശക്തമായിട്ട് തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അതിൽ അയാളുടെ കുടുംബം അടക്കം ഞാൻ മനസ്സിലാവുന്നത് ഇല്ലാണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുടുംബത്തിലെ 14ഓളം പേരാണ് അവിടെ പിടഞ്ഞു വീണ് മരിച്ചിട്ടുള്ളത്. ഈ തരത്തിൽ ഇത്തരം നിരവധി ഭീകരന്മാരുടെ കേന്ദ്രമാണ് പാകിസ്ഥാൻ. അവർ തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ് അവരുടെ ആവശ്യം. ഈ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ സമാധാനം കെടുത്തുന്ന കാര്യത്തില് ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യ എന്നിപ്പോ ചെയ്തിരിക്കുന്ന പ്രധാനമായിട്ട് ഈ പറയുന്ന തീവ്രവാദ കേന്ദ്രങ്ങളിലേക്കാണ് അടി കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥമായിട്ട് അടി കൊടുക്കുന്ന, നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് കൊടുക്കുന്ന ആയുധങ്ങളെ അല്ല ആക്രമിക്കുക, മറിച്ച് ആരാണോ ഇതിന്റെ പ്രഭവ കേന്ദ്രം ഏതാണ്, ബുദ്ധി കേന്ദ്രം ഇതാണ്, ആ ബുദ്ധി കേന്ദ്രത്തിന് ശക്തമായിട്ട് തിരിച്ചടി കൊടുക്കുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹം ചെയ്തതും അത് തന്നെയാണ്. പ്രധാനപ്പെട്ട ഇതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രഭവ കേന്ദ്രങ്ങളിലേക്ക് കടന്നാക്രമിച്ച് അതിന് തീവ്രവാദികളായിരിക്കുന്ന 600-ൽ പരം ആളുകളെ കൊലപ്പെടുത്തുക എന്നല്ലായിരുന്നു ലക്ഷ്യം. എത്ര പേര് മരിച്ചു എന്നറിയില്ല. ഏതാണെങ്കിലും ഇന്നത്തെ ലേറ്റസ്റ്റ് കണക്ക് കേട്ടത് 300+ ആണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും സിവിലിയൻസിനൊന്നും യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ ഇല്ലാതാക്കുക എന്നതാണ് പ്രധാനമായിട്ടും സൈന്യത്തിന്റെ ഉദ്ദേശമായിട്ടുണ്ടായിരുന്നത്. അതെ. അതിന് കാരണം ഇപ്പൊ ഈ പറയുന്ന എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ജനങ്ങൾ അധിവസിക്കാത്ത സ്ഥലമാണ് ഇവരുടെ കേന്ദ്രങ്ങൾ. ഇപ്പൊ നമുക്കറിയാലോ, കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന PF-ന്റെ മറ്റേ പോപ്പുലർ ഫ്രണ്ടിന്റെ ട്രെയിനിങ് സെന്റേഴ്സൊക്കെ എവിടെയായിരുന്നു? ഇവിടെ വാഗമണിലായിരുന്നു ഒരു സ്ഥലത്തുണ്ടായിരുന്നേ. ആലുവയ്ക്ക് അടുത്തൊരു സ്ഥലത്താണ്. എന്ന് വെച്ചാൽ ജനവാസം ഇല്ലാത്ത മേഖലകളിൽ, ജനങ്ങൾ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിൽ ഇവർ ട്രെയിനിങ് കൊടുത്ത് ആളുകളെ പഠിപ്പിച്ച് ഇവര് കലീമ ചൊല്ലിച്ച് അങ്ങനെയാണ് തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മതത്തിന്റെ മേമ്പൊടിയോടി അതിന്റെ പിന്നിലുണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ സ്ഥലത്തും മതതീവ്രവാദികൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന് ശക്തമായ തിരിച്ചടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഒരു കാരണവശാൽ ഈ പറയുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തല പൊക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ അതിന്റെ നേതൃത്വത്തിലുള്ള ആളുകളടക്കം, 2ാം കിട 3ാം കിട നേതൃത്വത്തിൽ ഉള്ളവരടക്കം ഇതിനകത്ത് അവരെയൊക്കെ പിടഞ്ഞു മരിച്ചിട്ടുണ്ട്. എല്ലാ പ്രസ്ഥാനത്തിലും അങ്ങനെയുണ്ട്. അങ്ങനെയാണ് 21 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് അടി കൊടുക്കാൻ സാധിക്കുക. ഈ അടിക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മളിപ്പോ ബാലാക്കോട്ടിലടക്കം നമ്മൾ അങ്ങോട്ട് കീറിട്ട് ആക്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാനിന്റെ മണ്ണിലേക്ക് കടന്നു എന്നാണ് പേര് വന്നിരുന്നത്. ഇന്ന് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് പോയിട്ടില്ല. ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ഹ്രസ്വദൂര മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളെ ഒന്നൊന്നായിട്ട് എണ്ണി എടുത്തുകൊണ്ട് അതിലേക്ക് 100 കിലോമീറ്റർ അകലെ വരെ സഞ്ചരിച്ചായിട്ടാണ് നമ്മുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട്. അതെ, നമ്മുടെ അതിർത്തിയിൽ നിന്നുകൊണ്ടാണ് ഇവരെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് കാരണം ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത്, ഇപ്പൊ നമ്മളോട് തന്നെ ചിലരൊക്കെ പറയാറുണ്ട്, മറ്റേ സംഗതി ചെയ്തൊക്കെ ഗംഭീരായി, പക്ഷെ കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു. യഥാർത്ഥത്തിൽ ആ പേര് നൽകിയത്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേര് നൽകിയതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മികവ് എന്ന് നമുക്ക്. കാരണം ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ടതിന്റെ പേരില് ദുരിതമനുഭവിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകളാണ്. ഇപ്പൊ ഇതിനിടയിൽ ഇപ്പൊ നമ്മുടെ മോഹൻലാലൊക്കെ ഒരു ഒരു അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ട്. ഈ സിന്ദൂരം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം മാത്രമല്ല, അതൊരു ദൃഢനിശ്ചയത്തിന്റെ അടയാളം കൂടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ എമ്പുരാൻ സിനിമ വിവാദവുമൊക്കെ ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അതെ. ഞാനിപ്പോ മോഹൻലാലിന്റെ അഭിപ്രായത്തെ കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല. ഏതാണെങ്കിലും സിന്ദൂർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭാരതീയ പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവിധാനം തന്നെയാണത്. ഇതൊരു വിശ്വാസ പ്രമാണത്തിന്റെ പ്രശ്നമാണ്. കാരണം ഭർത്താവ് മരിച്ചിട്ടുള്ള സ്ത്രീ സിന്ദൂരം അണിയാറില്ല. അങ്ങനെയുള്ള 26ഓളം വരുന്ന സ്ത്രീകളുടെ സിന്ദൂരം മാറ്റിക്കളഞ്ഞവരാണ് ഇവര്. ഇന്ന് രാവിലെ ആരതി എന്ന് പറയുന്ന രാമേന്ദ്രന്റെ മകള് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ സിന്ദൂരം മാറ്റിക്കളഞ്ഞവര്, എൻ്റെ അമ്മയുടെ സിന്ദൂരം മാറ്റിക്കളഞ്ഞവരെ നിലയ്ക്ക് നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദിയിൽ അവർ കാണുന്ന മഹത്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സിന്ദൂരത്തിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് ഭാരതീയ ദർശനങ്ങളുടെ, ഭാരതീയ പൈതൃകത്തിന്റെ, ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതയാണത്. അതില് ഊന്നി നിന്നുകൊണ്ടാണ് ഈ പറയുന്ന സിന്ദൂർ ഓപ്പറേഷൻ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിതിപ്പോ തിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഇതുള്ളത്. അതിനുശേഷം 10 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അതാണ് വിക്രം മിശ്രയുടെ നേതൃത്വത്തില്. അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വനിതകളാണ്. ആ 2 വ്യോമിക് സിംഹയും അതേപോലെ തന്നെ സോഫിയ ഖുറേഷി, വ്യോമിക സിംഹ, സോഫിയ ഖുറേഷി, ഈ 2 പേരിരുന്നു കൊണ്ടാണ് ഓപ്പറേഷനെ സംബന്ധിച്ച് പൊതുസമൂഹത്തോട് ചർച്ച നടത്തുകയാണ്. ഇത് ലോകത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു സന്ദേശമുണ്ട്.
കാരണം ഭാരതം സ്ത്രീകൾക്ക് കൊടുക്കുന്ന അതിമഹത്തായുള്ള സ്ഥാനമാണിത്. സ്ത്രീകളാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വരി സങ്കല്പമാണ് ഭാരതത്തെ സംബന്ധിച്ചുള്ളത്. സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള സ്ഥാനമാണ്. അതുകൊണ്ട് സ്ത്രീയുടെ സിന്ദൂരം മായ്ക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ചെയ്യുന്നത് സ്ത്രീയുടെ സിന്ദൂരം മാത്രമല്ല, പുരുഷന്റെ ജീവനം കൂടിയാണ് എടുക്കുന്നത്. ഈ രണ്ട് സാധനത്തിനും മറുപടി കൊടുക്കുന്നത് ഒരു സ്ത്രീ പുരുഷ സംഗമത്തിന്റെ, അവരുടെ ഐക്യത്തിന്റെ ഫലമായിട്ട് തന്നെയാണ്. ഇതൊരു പക്ഷേ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് മനസ്സിലാവില്ല, ലോകത്തിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ച് മനസ്സിലാവില്ല. ഇന്ത്യയിലെ സാധാരണക്കാരത് മനസ്സിലാവും, ഇന്ത്യയിലെ ഗ്രാമവാസികൾക്ക് ഇത് മനസ്സിലാവും, ഇന്ത്യയിലെ പട്ടണവാസികൾക്ക് ഇത് മനസ്സിലാവും, ഇന്ത്യയിലെ സ്ത്രീജനങ്ങൾക്ക് ഇത് മനസ്സിലാവും, ഇന്ത്യയിലെ പുരുഷന്മാർക്ക് ഇത് മനസ്സിലാവും. ഇപ്പൊ ഇതൊക്കെ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒന്ന് സഞ്ചരിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ കൂടെ നിൽക്കുക എന്നതിനപ്പുറം ഇന്ത്യയുടെ ചില റാഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നതിൽ സന്തോഷിക്കുകയാണ്. അതൊരു ഫേക്ക് വാർത്തയാണെന്ന് ഇപ്പം തന്നെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. എന്നാലും അത് പ്രചരിപ്പിക്കാനും അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചില ആളുകളൊക്കെ. അല്ല, അത് ഇപ്പോഴും നമ്മളുണ്ടാവും. കാരണം ഇന്ത്യയിലെ ഒന്ന് വ്യക്തമായിട്ട് പറയാം, ഇന്ത്യയിലെ സാധാരണ മുസ്ലിം, ഇന്ത്യയിലെ സാധാരണ ക്രിസ്ത്യാനി, ഇന്ത്യയിലെ സാധാരണ ഹിന്ദു, അവരെല്ലാവരും നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ പറയുന്ന ജനപ്രിയമായിരിക്കുന്ന നടപടിയുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് കാശ്മീരിലടക്കം അവർ പ്രകടനം നടത്തിയിരുന്നു. അവർ വിളിച്ച മുദ്രാവാക്യങ്ങള് ഭാരത് മാതാ കി ജയാണ് അവർ വിളിച്ചത്. അതിന് തന്നെ അവർക്ക് പ്രശ്നങ്ങൾ അവർക്കല്ലല്ലോ. ഈ പറയുന്ന മുസ്ലിം, സാധാരണ മുസ്ലിമിനെ ഇളക്കി വിട്ടുകൊണ്ട് ഇത് മുസ്ലിമിനെതിരായിട്ടുള്ള ആക്രമണമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നത് സോക്കോൾഡ് മതേതരവാദികളാണ്. ഈ പറയുന്ന മതേതരവാദികൾ എക്കാലത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തന്നെയാണ് ഇത്തരത്തില് തെറ്റായ നറേഷൻസ് കൊണ്ടുവന്നവരാണ്. അവരാണ് റാഫേൽ വിമാനത്തിന്റെ അതിന്റെ പതനത്തിന്റെ വാർത്ത കൊണ്ടുവന്നത്. ഇവിടുത്തെ കടുത്ത മതേതരവാദിയായിരിക്കുന്ന ചില പത്രപ്രവർത്തകരെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന മതേതരത്വ പ്രസ്ഥാനത്തിന്റെ പത്രം ഹിന്ദുവൊക്കെ ആദ്യം ഇത് പ്രസിദ്ധീകരിച്ച് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. അത് ഹിന്ദു ദിനപത്രത്തെ സംബന്ധിച്ച് ഹിന്ദു ദിനപത്രം എക്കാലത്തും ചൈനീസ് പക്ഷപാതം പ്രകടിപ്പിച്ചിട്ടുള്ള പത്രമാണ്. അതിന്റെ റാമടക്കമുള്ള ആളുകളുടെ പാരമ്പര്യം ശരിക്കതാണ്. അത്തരമുള്ള ആളുകളാണ് ശരിക്കും സ്വാഭാവികമായിട്ട് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് അവര്. അവർക്ക് ഇന്ത്യ പരാജയപ്പെടണം. നരേന്ദ്രമോദി സാധാരണ പറയാറുണ്ട്, ഈ മരുമകൾ മരിച്ചിട്ട് മരുമകൻ മരിച്ചാലും കുഴപ്പമില്ല അല്ലെ, പെങ്ങളുടെ കണ്ണീര് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അതേപോലെ തന്നെയാണ്. കാരണം പുരുഷൻ മരിച്ചു കഴിഞ്ഞാലും സ്വന്തം ആങ്ങള മരിച്ചാലും കുഴപ്പമില്ല, നാത്തൂന്റെ കണ്ണീര് കാണാലോ എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഹിന്ദു ദിനപത്രം അടക്കമുള്ള ആളുകൾ. ഗ്ലോബൽ പവർ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാനെ മുഴുവൻ ലോകരാജ്യങ്ങളും ഒറ്റപ്പെടുത്തി എല്ലാവരും ഇന്ത്യക്കൊപ്പം പ്രധാന നേതാക്കളൊക്കെ ഇപ്പം മോദിയെ വിളിച്ച് പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ത്യ കൂടെ നിൽക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നേരത്തെ പല ആളുകളും വിമർശിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ നരേന്ദ്രമോദി പൈസയും ചെലവാക്കി ഫ്ലൈറ്റും കയറി ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിക്കുന്നത്. അപ്പൊ അതിന്റെ എന്തിനായിരുന്നു സഞ്ചരിച്ചത് എന്ന് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അല്ലെ, ആ കാര്യങ്ങളൊക്കെ നേരത്തെ ഇവിടെ പലർക്കും അറിയാം. ആ ചോദ്യമൊക്കെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അത് നരേന്ദ്രമോദി എന്തിനാണ് ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നതെന്ന്, ലോകരാജ്യങ്ങളുടെ നിലപാടുകൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ സംബന്ധിച്ച് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. 1971 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് തൊട്ടുമുമ്പുണ്ടായിട്ട് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചു. ഒരു രാജ്യം ഇന്ത്യയുടെ കൂടെ നിന്നില്ല. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാന്റെ കൂടെയാണ്. റഷ്യ സമയത്ത് കയ്യാലപ്പുറത്തായിരുന്നു റഷ്യ. എല്ലാ രാജ്യങ്ങളും ഇന്ത്യക്കെതിരായിട്ട് നിന്നു. എല്ലാ രാജ്യങ്ങളും എതിരായിട്ട് നിന്ന സമയത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷമടക്കമുള്ള ആളുകളും മുഴുവൻ ആളുകളും അന്നത്തെ അഖില ഭാരതീയ ജനസംഘ അടക്കമുള്ള എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്താങ്ങുകയാണ്. അതിന്റെ ഫലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ, യുദ്ധത്തിൽ ഇന്ത്യ അതിഗംഭീരമായ രീതിയിൽ ഇന്ത്യക്ക് വിജയം വരിക്കാൻ സാധിച്ചു. കാരണം ഭാരതത്തെ സംബന്ധിച്ച് 140 കോടി ജനങ്ങളുള്ള നാടിനെ സംബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാരുടെ ഐക്യമുണ്ടെങ്കിൽ, ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചാൽ പാകിസ്ഥാനെ അമ്പയെ പരാജയപ്പെടുത്തുക എന്നുള്ളതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതൊരു അഭിമാന ദിവസമാണ്. തീർച്ചയായും വളരെ എല്ലാവർക്കും, ഓരോ ഇന്ത്യക്കാരനും വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ദിവസം കൂടിയാണ്. ഇപ്പം കനത്ത രീതിയിലുള്ള തിരിച്ചടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ ഇപ്പം പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ചർച്ചയിൽ ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദി. നന്ദി, നമസ്കാരം.